അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ ക്യാബേജ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്, ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ക്യാബേജ് വെച്ചൊരു മിക്സർ ഉണ്ടാക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും നല്ല അടിപൊളി സ്നാക്കാണ്. മിക്സറിൻ്റെ അതേ രുചിയുള്ളൊരു സ്നാക്കാണ്. ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് നേരം മതി. നമ്മൾ ചായ വെക്കുന്ന ആ നേരം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്ര സിമ്പിളാണ്. അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ദിയാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരുന്നില്ലേ, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ക്യാബേജ് സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വയലറ്റ് ക്യാബേജ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാ ക്യാബേജാണ് ഇതിന് ഏറ്റവും നല്ലത്. എനിക്കത് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. അപ്പോൾ എല്ലാവരും അത് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല തിന്നായിട്ടുള്ള പീസ് മാത്രം എടുക്കുക. ഒരുപാട് കട്ടിയുള്ള പീസാകുമ്പോൾ ഫ്രൈ ആവില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ക്യാബേജിൻ്റെ കണക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ക്യാബേജ് എത്ര ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ കുറച്ചായിട്ട് പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിവടക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് ഈ ക്യാബേജിലെല്ലാ പൊടിയും ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പക്കാവടയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഈ ക്യാബേജിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊടി പിടിച്ചിരിക്കില്ല. നമ്മൾ സാധാ ക്യാബേജ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു പരന്നൊരു പാൻ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിത് ചിക്കി ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂട്ടായിട്ട് ഇട്ട് കൊടുക്കരുത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്യാബേജ് മാക്സിമം ഇടാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് 2-3 മിനിറ്റൊക്കെ മതിയാവും ഇത് ഫ്രൈ ആവാനായിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. പക്ഷേ കരിയാതെ നോക്കണം. എപ്പോഴും ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. നമ്മൾ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല, സോഫ്റ്റ് ആയി പോവും. ഇപ്പോൾ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇടുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക, എന്നാലേ ക്രിസ്പി ആവുള്ളൂ. അഥവാ നിങ്ങൾ ഇടുന്ന സമയത്ത് പക്കാവട പോലെ ഒരുപാട് എണ്ണം മിക്സായി കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രൈ ചെയ്തതിന് ശേഷം സിംഗിൾ പീസാക്കി ഇട്ടാൽ മതി. കൈകൊണ്ടൊന്ന് ഉടച്ചിട്ടാൽ മതി. അപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആക്കുക, കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ടൊന്ന് കോരിയെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നമുക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മിക്സറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ഫ്രൈ എല്ലാം കൂടെ ഞാൻ ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. വലിയ ബൗളാണ് ഇട്ടിട്ടുള്ളത്, മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടോടെ കഴിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടുള്ളൂ. തണുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ ക്യാബേജ് പോലെ തന്നെ ആയിപ്പോവും. അപ്പോൾ ചൂടോടെ കഴിക്കുക. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. കട്ടിയുള്ള പോർഷൻ മാത്രം സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്കൊരു മിക്സിക്കകത്തോട്ട് ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2-3 ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കടലയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ കൂടെ നമുക്ക് ഈ ബൗളിലിടാം. പിന്നെ ഈ വെളുത്തുള്ളിയുടെ മുളക് പൊടിയുടെ ഒക്കെ മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ വെളുത്തുള്ളി തൊലി കളയാതാണ് എടുത്തിട്ടില്ല, അങ്ങനെ തന്നെ എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ടോ ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ക്യാബേജ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിട്ടില്ല മിക്സ്ചറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്യാബേജ്
എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഒരു വെജിറ്റബിളാണ്. അത് വെച്ച് ഇത്ര അടിപൊളി സ്നാക്ക് നിങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു കിഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.